على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, അസ്സലാമു അലൈക്കും. അനാഥനായി ജനിച്ചു വളർന്നുകൊണ്ട് ലോകത്തിന്റെ നായക സ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ വിദ്യജുതി അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന തിന്മയുടെ അന്ധകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണെന്ന് അറിയാത്ത ഒരു കാട്ടറബി സമൂഹത്തിലേക്കാണ് കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന പേര് ലഭിച്ച നമ്മുടെ നബിക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ ജനതയുടെ സത്യവും നീതിയും ധർമ്മവും പുലർത്തുവാനും സാധിച്ചു. ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനും സാധിച്ചു. ജനങ്ങളെ നന്മയിലേക്ക് നയിച്ചതിന്റെ പേരിൽ സ്വന്തം നാടും വീടും വിട്ടു പോവേണ്ടി വന്നു ആ പ്രവാചകൻ. വീണ്ടും കല്ലേറുകളും ക്രൂരപീഡനങ്ങളും നൽകിയിട്ടും ഒട്ടകത്തിന്റെ കുടൽമാല തന്റെ കഴുത്തിൽ ചാർത്തിയിട്ടും അവസാനം തന്റെ മുമ്പിൽ മാപ്പപേക്ഷയുള്ളവർക്ക് യാതൊരു മടിയും കൂടാതെ മാപ്പ് കൊടുത്ത ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യക്കടലാണ്. ആ മുത്ത് റസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.